ചുവടുവച്ച് ആടുന്നതിനൊപ്പം ഉടുക്കുകുട്ടി പാടുന്നതും സുബ്രഹ്മണ്യ സ്തുതിയായതുമായ കലാരൂപമാണ് ചിന്ത് എന്നറിയപ്പെടുന്ന കാവടിച്ചിന്ത്. ചിന്ത് എന്നാൽ പാട്ട് എന്നൊരു അർത്ഥം കൂടിയുണ്ട്. ഉടുക്കിൻ്റെ താളത്തിനൊപ്പം പാടുന്ന താളാത്മകമായ മുരുക ഭക്തി ഗാനങ്ങളാണ് കാവടിച്ചിന്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പഴനിമലയിലേക്ക് കാവടിയെടുത്തു പോകുന്ന ഭക്തന്മാർ മുരുകനെ തുതിച്ച് പാടിയിരുന്നതിനാലാകാം കാവടിച്ചിന്ത് എന്ന പേർ വന്നത്. 1860 1891 കാലത്ത് തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിൽ ചെന്നിക്കുളത്ത് ജനിച്ച അണ്ണാമല റെഡ്ഡിയാർ എന്ന ഗാനരചയിതാവ് കുറേയേറെ കാവടിച്ചിന്തുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇദ്ദേഹം ആദ്യമായി കാവടിച്ചിന്ത് രചിച്ചത് ഊത്തുമല സെമീംദാർ കഴുകുമല മുരുകക്ഷേത്രത്തിലേക്ക് കാവടി എടുത്തുപോയ അവസരത്തിലാണെന്ന് കരുതുന്നു. നാടൻ പാട്ടുകളിൽ നിന്നാണ് ഇദ്ദേഹം ഈ ഗാനശാഖയ്ക്ക് രൂപം നൽകിയതത്രേ. പളനിയാണ്ടവൻ്റെ ഉണർത്തുപാട്ടാണ് കാവടിച്ചിന്ത് എന്നും പറയപ്പെടുന്നു. പ്രധാനമായും സുബ്രഹ്മണ്യനെ സ്തുതിച്ചാണ് ചിന്തുപാട്ടുകളെങ്കിലും എല്ലാ ദൈവങ്ങൾക്കും പ്രത്യേകം ചിന്തുപാട്ടുകൾ ഉണ്ട്. അയ്യപ്പൻ, ഗണപതി, സരസ്വതി തുടങ്ങിയവരുടെ ചിന്തുപാട്ടുകൾ വളരെ പ്രസിദ്ധമാണ്. കോട്ടയം അതിരൂപതയുടെ നേർച്ചപ്പള്ളിയായ ഇടക്കോലി സെൻറ്റ് ആൻസ് ജ്ഞാനായ കത്തോലിക്ക ദേവാലയത്തിലെ കല്ലിട്ട തിരുനാളിൻ്റെയും മറ്റും ചരിത്രം പറയുന്ന വിശുദ്ധ അന്നാവുമ്മയുടെ പേരിലുള്ള ചിന്തുപാട്ടും 2022 മുതൽ പ്രചാരത്തിലുണ്ട്. കാവടിച്ചിന്തെന്ന് പേരുണ്ടെങ്കിലും അയ്യപ്പൻ വിളക്ക് അഥവാ ദേശവിളക്കിൻ്റെ ഭാഗമായാണ് കേരളത്തിൽ ഇത് അവതരിപ്പിച്ചു വരുന്നത്. പാനക പൂജകളിലും ശബരിമലയ്ക്ക് പോകുവാൻ വ്രതമെടുത്തവരുടെ വീടുകളിൽ കെട്ടുനിറയുടെ ഭാഗമായും ചിന്തുപാട്ട് അവതരിപ്പിക്കാറുണ്ട്. സന്ധ്യയ്ക്ക് ശേഷം കാവടിച്ചിന്ത് അവതരിപ്പിക്കുന്നതാണ് നല്ലത്. 3-ാം താളവും 4-ാം താളവുമാണ് കാവടിച്ചിന്തിന് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഉടുക്ക് കൊട്ടി പാടുന്നതിനാൽ ചിലയിടങ്ങളിൽ ഇതിനെ ഉടുക്കുപാട്ട് എന്നും പറയാറുണ്ട്. ഉടുക്ക് കൊട്ടി പാടുന്ന 2 പാട്ടുരൂപങ്ങൾ ശാസ്താം പാട്ടും ചിന്തുപാട്ടുമാണ്. രണ്ടും വായ്പാട്ടുകൾ ആണെങ്കിലും ശാസ്താം പാട്ടിൽ ശാസ്താവിനും ചിന്തുപാട്ടിൽ സുബ്രഹ്മണ്യനുമാണ് പ്രാമുഖ്യം. കാവടിയും കാവടിച്ചിന്തുമെല്ലാം മുരുകനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ സാരം. ഉടുക്കുപാട്ടിനേക്കാൾ ആകർഷകമാണ് ചിന്തുപാട്ടിൻ്റെ താളം. ശാസ്താം പാട്ടിനേക്കാൾ വലിയ ഉടുക്കാണ് ചിന്തുപാട്ടിന് ഉപയോഗിച്ചു വരുന്നത്. പഠിക്കുവാൻ ശാസ്താം പാട്ടിനേക്കാൾ എളുപ്പം ചിന്തുപാട്ടിനാണ്. അതുപോലെ തന്നെ പാടുവാനും സുഖകരം തന്നെയാണ് ചിന്തുപാട്ട്. ശാസ്താം പാട്ട് ഇരുന്നു കൊണ്ട് പാടുമ്പോൾ ചിന്തുപാട്ട് നിന്നുകൊണ്ടാണ് പാടുന്നത്. അതിനാൽ തന്നെ ചടുല താളത്തോടെ ചുവട് വെച്ച് നൃത്തം ചെയ്യുവാനും അതുമൂലം ഈ കലയെ ആകർഷകമാക്കുവാനും സാധിക്കുന്നു. ചിന്തുപാട്ട് അവതരിപ്പിക്കാനായി 6 മുതൽ 12 വരെ ആളുകൾ പതിവുണ്ട്. പാടുമ്പോൾ കാഴ്ചക്കാരെ ആകർഷിക്കാനായി ഒരുപോലുള്ള വേഷവും പാട്ടുകാർ ഉപയോഗിച്ചു വരുന്നു. കൂടാതെ ആകർഷണീയതയ്ക്കായി ഉടുക്കിൽ പല വർണ്ണങ്ങളിലുള്ള പൂമാലകൾ, റിബണുകൾ, LED ബൾബുകൾ തുടങ്ങിയവയൊക്കെ തൂക്കിയിടാറുണ്ട്. ചിലയിടങ്ങളിൽ ഇതിനൊപ്പം അമ്മൻകുട ആട്ടവും അവതരിപ്പിക്കാറുണ്ട്. ഇതിൻ്റെ പാട്ടുകൾ കേട്ട് പഠിക്കുന്നവയാകയാൽ മറ്റുള്ളവയെപ്പോലെ നിശ്ചിതമായ വരികളോ വാക്കുകളോ കാണാൻ കഴിയണമെന്നില്ല. വളരെ നാൾ നീണ്ട അഭ്യസനത്തിന് അഥവാ പരിശീലനത്തിന് ശേഷമാണ് കാവടിച്ചിന്ത് അരങ്ങേറുന്നത്. ചിന്ത് പാട്ടിനുള്ള ഉടുക്ക് നിർമ്മിക്കുന്ന പ്രധാന കേന്ദ്രങ്ങളിലൊന്ന് എറണാകുളം ജില്ലയിലെ കാലടിയാണ്. പ്ലാവിൻ്റെ നാരായവേര്, അലറിയുടെ തടി, കശുമാവിൻ തടി എന്നിവയും ഉടുക്ക് ഉണ്ടാക്കാൻ ഉപയോഗിച്ചു വരുന്നു. പ്രിയപ്പെട്ടവരെ, ചിന്തുപാട്ടിൻ്റെ ചില വിവരങ്ങളും ഉടുക്കിൻ്റെ നിർമ്മാണ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചില സൂചനകളും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും. എന്തായാലും നമുക്ക് ഒരു ചിന്തുപാട്ടോടുകൂടെ ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കാം. കേൾക്കുക, പ്രോത്സാഹിപ്പിക്കുക. മലൈവാഴും അയ്യപ്പൻ്റെ തിരുപടി കാണാൻ ഞാൻ കൂടെ പോരണ്
பெரியோனே